ഇടുക്കിയിൽ വീണ്ടും ക്രൂര കൊലപാതകം. ഗൃഹനാഥനെ കഴുത്തറുത്തു കൊന്നു. പൊന്നാങ്കാണി ഭോജൻ കമ്പനി എസ്റ്റേറ്റിലെ മുരുകേശനാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സഹോദരന്റെ മക്കളായ ഭുവനേശ്വർ, വെങ്കിടേഷ് എന്നിവരാണ് കൃത്യം നടത്തിയത്. പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് കൊലപാതക കാരണം. മുരുകേശന്റെ സഹോദര പുത്രന്മാരാണ് ഇരട്ടകളായ ഭുവനേശ്വറും വിഘ്നേശ്വറും. ആരുമില്ലാത്ത നേരം നോക്കി ഇരുവരും വീട്ടിലെത്തുകയും മുരുകേശനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഒരാൾ മുരുകേശനെ പിടിച്ചു നിർത്തുകയും മറ്റേയാൾ കൃത്യം നടത്തുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട്, കേൾക്കാം. നാലിനും 4:45 ഈ സംഭവം നടക്കുന്നത്. സംഭവം നടന്ന ഉടനെ പോലീസിന് വിവരം കിട്ടുകയും പോലീസ് ഏകദേശം ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്, ഇതിനകത്ത് 2 പ്രതികളാണുള്ളത്. മരണപ്പെട്ടയാളുടെ ജ്യേഷ്ഠൻ്റെ മക്കളാണ്, 2 പേരും ബന്ധുക്കളാണ്. തമിഴ്നാട് സ്വദേശികളാണ്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള കോമ്പേ സ്വദേശിയായിട്ടുള്ള മുരുകൻ എന്ന് പറഞ്ഞ ആളാണ് മരണപ്പെട്ടത്. ഇതിൽ കൊലപാതകം നടത്തിയിരിക്കുന്ന റിയാൻ്റെ സഹോദരൻ്റെ മക്കളായ ഭുവനേശ്വരനും അവൻ്റെ സഹോദരനായിട്ടുള്ള വിഘ്നേശൻ എന്നീ 2 പേരാണ്. 2 പേരും ഏകദേശം 25 വയസ്സോളം ഉണ്ട്. അവർ തമ്മിലുള്ള തർക്കങ്ങൾ, ഇവർ മറ്റ് കേസുകൾ, തമിഴ്നാട്ടിലെ കേസുകൾ പ്രതികളാണെന്ന് പറയപ്പെടുന്നു. അത് സംബന്ധിച്ച് തർക്കങ്ങളും അത് സംബന്ധിച്ച് പോലീസ് ഇവിടെ അന്വേഷിച്ച് വരാനും അത് മുരുകൻ വിവരങ്ങൾ തമിഴ്നാട് പോലീസിന് കൈമാറിയെന്നും മറ്റുള്ള വിവരങ്ങൾ, പിന്നെ ഇവരുടെ മദ്യപാന സ്വഭാവവും മറ്റുമായിട്ട് ഇടയ്ക്കൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാറുള്ളതാണ്. അങ്ങനെ ഒരു തർക്കത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇപ്രകാരം പ്രതികളെ ചോദ്യം ചെയ്യലെന്നും അപ്രകാരമുള്ള തർക്കത്തിൻ്റെ ഫലമാണ് ഈ പ്രകാരം ഒരു അക്രമത്തിലേക്ക് നയിച്ചതെന്ന് നമുക്ക് അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട്. പോലീസ് പറയുന്നത് അതാണ്. എന്തായാലും കൊലപാതകം നടത്തിയ ശേഷം പ്രതികൾ 2 വഴിക്ക് ഓടി രക്ഷപ്പെട്ടു. ഭുവനേശ്വർ സമീപത്തെ കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങിയ ശേഷമാണ് രക്ഷപ്പെട്ടത്. കൊല്ലപ്പെട്ട മുരുകേശന്റെ ഫോൺ ഉപയോഗിച്ച് കൃത്യം നടത്തിയ വിവരം ഇയാൾ ബന്ധുക്കളെ വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക തർക്കമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് വിവരം. കൃത്യം നടക്കുന്ന സമയം മുരുകേശനും കൊച്ചുകുട്ടിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കുട്ടിയെയും ഈ പ്രതികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. പിന്നീട് പ്രതികൾക്കായി പോലീസും നാട്ടുകാരും വ്യാപക തെരച്ചിൽ നടത്തി. സമീപ പ്രദേശത്തു നിന്നും നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു.